ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ എന്തായാലും ഇന്ന് പെരുന്നാൾ ദിവസമാണ്. രാവിലെ മുതൽക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറേ സമയമായിക്കണു. ഏകദേശം ഇപ്പോൾ എത്ര ടൈമായിരുന്നു? ഫോൺ നോക്കും. 9:30 ആയി. 9:30ക്കാണ് നമ്മൾ വീഡിയോ ഓൺ ചെയ്യണത്. ഞാനിവിടെ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കണില്ല, അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പുറത്ത് തറവാട്ടിലാണല്ലോ നമുക്ക് പെരുന്നാൾ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം. ഇപ്പം ഏകദേശം മുറ്റടിക്കൽ, അലക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊക്കെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പായസത്തിൻ്റെ പണിയിലോട്ട് കിടക്കണം. അപ്പം നമുക്കത് നോക്കാം. ഇത് ഈ ചെമ്പിലാണ് ഞാൻ പായസം ഉണ്ടാക്കണത്. എനിക്ക് ഇതിന് മുന്നേ എന്തോ ഒരു പരിപാടിക്ക് പായസം ഉണ്ടാക്കിയിട്ട് കൊളായി ഞാൻ പറഞ്ഞല്ലോ. പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിരിഞ്ഞങ്ങോട്ട് ഉപ്പാട് ഇളകിടും. അപ്പം ഇന്ന് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. പാത്രം വെച്ചുകൊണ്ടതാ ഞാൻ തുടങ്ങുകയാണ്. ഈ പാത്രം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അടുപ്പിൽ വെക്കണത്. ഫസ്റ്റ് തന്നെ ഇതാ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം എടുക്കുമ്പോൾ കറിയൊക്കെ വെച്ചതാണെങ്കിൽ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് വിളിച്ചെത്തിട്ടില്ലേ? എന്തിന്റെ ാണെങ്കിൽ ഈ പാത്രത്തിൽ എത്തൂല്ല. പാത്രത്തിൽ എത്തണമെങ്കിൽ സ്റ്റൂളിട്ട് കയറണം. അണ്ടിപ്പരിപ്പ് ക്യാൻസൽ കേട്ടോ. മുന്തിരി ഇപ്പൊ ക്യാൻസലാവും. എന്തത് ഞാൻ വെക്കുമ്പോ മാത്രമുള്ളൂ ഇങ്ങനെയാവും. എല്ലാം ഷടപടേന്നായിരുന്നു. അത് അണ്ടിപ്പരിപ്പ് കരിഞ്ഞു, മുന്തിരി കുഴപ്പമില്ലാതെ കരിഞ്ഞു കൂടും. എന്താവൂലേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശരിയാവാത്തത്. അല്ലേലേ 4, 3, 5 അണ്ടിപ്പരിപ്പ് പോയിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ഇതിൻ്റെ പേര് ഉട്ടയിട്ട് തരിഞ്ഞു. തേമിയാൻ ഇട്ടിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് വീഡിയോ എടുക്കലും ഇതുണ്ടാക്കലും ഒക്കെ പറയുന്നത് നടക്കൂല. മീനിൻ്റെ പായസം വെച്ചത് നേരേക്ക് ഗൈസ്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇത് മാത്രമാണ് നമുക്ക് കരിയാതെ കിട്ടിയിട്ട് കാണിച്ചത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് മാത്രമാണ് എനിക്ക് കരിയാതെ കിട്ടിയത്. കൊണ്ടുപോയിക്കിടാം. ബാക്കിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു അല്ലേ. മുന്തിരി 4 എണ്ണം, അണ്ടിപ്പരിപ്പ് ആകെ 2 എണ്ണമായിട്ട് കിട്ടിയുള്ളൂ. അപ്പം അതിട്ടിട്ടോ കാണാൻ തന്നെ നല്ല ചെറുക്ക്. ഇനി മിൽക്ക് മെയ്ഡ് ഇടാണ്. ഇനി ഇതൊക്കെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പായസത്തിൻ്റെ പണി അവിടെ കഴിഞ്ഞു. പായസം കാണാൻ നല്ല ചെറുക്കുണ്ട് കേട്ടോ. എന്താ അറിയില്ല ഇങ്ങനെ സംഭവിച്ചേ. അല്ലെങ്കിൽ കരിയേണ്ടതാണ് ഈ സമയം കൊണ്ട്. എന്നാണാവോ ഈ ഫുഡൊക്കെ ഒന്ന് പേടിയില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് പടി. അപ്പം ഏകദേശം പായസം ഇവിടെ സെറ്റ്. അങ്ങനെ കൊട്ടാൻ പാടില്ല. വീഡിയോ എടുക്കുമ്പോൾ ഫോൺ സ്റ്റാൻഡിൽ വെച്ചെടുക്കുകയാണെങ്കിൽ വീഡിയോ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് വേണം. പക്ഷെ എനിക്കതില്ല. അപ്പം എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം കൈ പിടിച്ച് വീഡിയോസ് എടുക്കുക. ഒരു പായസം വെക്കുന്ന സീനാണിത്. ബിരിയാണി ഒക്കെ വെക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി തരും കേട്ടോ എൻ്റെ അടുത്ത് നിന്ന്. ഗ്യാസ് അടിയിൽ കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. പക്ഷേ ഈ പാത്രത്തിന് ഒരു ചൂടുമില്ല. കണ്ടില്ലേ കണ്ടു. എന്ത് സംഭവം എന്നറിയില്ല. പായസം ഇവിടെ വെന്ത് റെഡിയായി. പക്ഷെ പാത്രം കണ്ടു ഇതാ ഒരു ചൂടുമില്ല. അതെന്താ അല്ലേ, ഒരു ചൂടുമില്ല കേട്ടോ. ഗ്യാസിലിതാ അടിയിൽ കത്തിക്കൊണ്ടിരിക്കണുണ്ട്.
അപ്പോൾ ഇത് പായസം അവിടെ സെറ്റ് ആയിക്കണു. ചെറിയ പെരുന്നാൾക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എല്ലാവരും വന്നു, ആരും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറും പായസം മതി. എല്ലായിടത്തേക്കും പോണൊരു പരിപാടി ഉണ്ടല്ലോ പെരുന്നാൾക്ക്, അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ തറവാട്ടിലാണ് നമുക്ക് ഫുഡ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 26-ൻ്റെ അന്നാന്ന് തോന്നണേ മധുരം വെക്കേണ്ട ദിവസം ഞാൻ പായസമാണ് കേട്ടോ വെച്ചത്. അന്ന് ഞാൻ ഇനി ഒരിക്കലും പായസം വെക്കൂലാൻ തീരുമാനം എടുത്തായിരുന്നു. കാരണം പായസം വെച്ച് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചതിന് ശേഷം അങ്ങോട്ട് പിരിഞ്ഞ് കൊളായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ തറവാട്ട് പോയി അവിടെ മസാല റൈസ് ഒക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എത്തിയോക്കി പോന്നിട്ടുള്ളൂ കേട്ടോ. മാങ്ങ വെച്ചിട്ടൊരു ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അനുമോനും ഫ്രണ്ടും വന്നു. അപ്പോൾ ഓൾക്കുള്ള പായസം കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. ചൂടാറ്റിയിട്ട് രണ്ടുപേർക്കുള്ള പായസം കൂടി കൊണ്ടുപോയി കൊടുത്തു. അനുമോന് സേമിയ പായസം ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടയൊന്നും കുടിക്കൂല. അപ്പോൾ ഇതാണെങ്കിൽ അവൻ 1, 2, 3 ഗ്ലാസ് ഒക്കെ കുടിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള പായസം ഉണ്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഭയങ്കര അടങ്ങാറല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അതിങ്ങോട്ട് പിരിഞ്ഞിട്ട് പായസം നല്ല രീതിക്ക് ഫ്ലോപ്പായി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, പിരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ തോന്നൂലായിരുന്നു. പിന്നെ മാങ്ങ വെച്ചിട്ട് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ സവനരി, പിന്നെ മാങ്ങയുടെ പൾപ്പ്, മിൽക്ക് മേഡ്, വിപ്പിംഗ് ക്രീം, പാല്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം അടിപൊളിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പിന്നെ ചൂടോടെ തന്നെ പായസം തറവാട്ടിലുള്ളത് കൊണ്ടുപോയി കൊടുത്തു. കാരണം ഓല് ഫുഡ് കഴിക്കാൻ ടൈമിൽ കിട്ടണമല്ലോ. അങ്ങനെ നേരെ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേനും ഒരു സമയം കേട്ടോ. പിന്നെ പൂമോളും ഷെമീറും ഇവമോളും വന്നിട്ടുണ്ടായിരുന്നു. ഓല് ജസ്റ്റ് മാറ്റി റെഡിയായി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. കഴിഞ്ഞ പെരുന്നാൾക്ക് വന്നപ്പോൾ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഓല് ബിരിയാണി കഴിക്കൂല. കാരണം ഓല് വീട്ടിൽ നല്ല രീതിക്ക് പെരുന്നാളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഓൾക്ക് പെട്ടെന്ന് പോകേണ്ടി വരും. പ്രാവശ്യം പിന്നെ പായസവും മാംഗോന്റെ ആ ഐറ്റം ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൊടുത്തു. പോലെ അതൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഞാനും ഷാവൂണിയും തറവാട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അനുമോ നേരത്തെ കഴിച്ചിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് മാംഗോന്റെ ഈ ഒരു ഐറ്റം കൂടിയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാജി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പോയിട്ടോ. അതുകൊണ്ട് ഉള്ളപ്പോൾ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മാങ്ങയുടെ ഐറ്റം കൊടുക്കാൻ പറ്റില്ല. അമ്മക്ക് പിന്നെ ഞാൻ രാത്രി കണ്ടോ കൊണ്ടേ കൊടുത്തു. പിന്നെ നേരെ കച്ചേരിപ്പറമ്പ് കണ്ടോ പോയത്. നല്ലൊരു മഴ പെയ്ത് ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ. അതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് എത്തിയത്. ഫൈസലും ഓൻ്റെ ഫ്രണ്ടും കൂടിയും പുറത്ത് പോവുകയാണ്. ഓല് വെറുതെ ജസ്റ്റ് കറങ്ങാൻ പോവാണ്. പെരുന്നാളൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് പെരുന്നാൾ എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ അവിടെ ഇവിടെയും ചുറ്റി കറങ്ങാന്നല്ലാതെ പുറത്ത് എവിടെയും പോയിട്ടില്ല. ഈ പുറത്തൊക്കെ പോകാൻ നമ്മൾ അതേ വൈബുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടണമല്ലേ. എന്നാൽ ഭയങ്കര രസക്കാരം. പക്ഷേ അങ്ങനത്തെ ആൾക്കാരെ കിട്ടും വേണം. നമുക്ക് പെണ്ണുങ്ങൾക്ക് അത് നടക്കൽ കുറച്ച് റിസ്ക് ആണ്. കാരണം കുറച്ച് ആൾക്കാരാണ് സെറ്റ് ആകുമ്പോഴത്തേക്കും ഒരാൾക്ക് പ്രഗ്നൻസി, ഒരാൾക്ക് കുട്ടി, ഒരാൾ ഫ്രീ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഗേൾസിന് ഭയങ്കര പാടാണ്. ബോയ്സിനും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പുറപ്പെടാം. അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു ഫുഡ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പുതിയപ്പിളയാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഓനും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പെരുന്നാൾക്ക് എനിക്ക് കച്ചേരിപ്പറമ്പ് വരാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് വേറെ ഒരു പണി നടക്കൂല. പിന്നെ നമ്മളെ നോഫിൽ ഞങ്ങൾ ചെന്നത് മുതൽ ഇരുന്നിട്ടും കടന്നിട്ടും നിന്നിട്ടും ഒക്കെ വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ കാണാതെ വീഡിയോ എടുത്താണ് കേട്ടോ. അവിടെ മിസൈൽ കഥയാണ് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞങ്ങൾ മാത്രം കേട്ടോ കച്ചേരിപ്പറമ്പൊക്കെ വന്നിക്കണ. വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. ഞങ്ങൾ പെരുന്നാളായി കഴിഞ്ഞാൽ കസിൻസ് എല്ലാവരും കൂടിയാണ് ഇങ്ങനെ പോകുക എന്നുള്ളത്. ഇന്ന് ആരുമില്ല. ഓരോരുത്തർക്കും ഓരോരോ ക്ഷീണവും കാര്യങ്ങളും ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയൊക്കെ ആയിട്ട് ആരും വന്നില്ല. മോന് രാവിലെ വരെ ഓഫീസിലുണ്ടോ. പിന്നെ കച്ചേരിപ്പറമ്പ് നമുക്ക് വരാതിരിക്കാൻ പറ്റൂല. കാരണം രാവിലെ മുതലേ ഫൈസലെ മുത്തുട്ടിയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. വരുന്നില്ലേ, എവിടെ എത്തി, ഇറങ്ങിയില്ലേ, എന്തായി എന്ന് വെച്ചിട്ട് മുത്തുട്ടിയും ഫൈസലും എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് പോകാനോ തുറയേക്കാർ കേട്ടോ. പിന്നെ നേരെ സൈനമാർക്കാണ് പോയത്. കച്ചേരിപ്പറമ്പ് നിന്ന് ഇറങ്ങിയിട്ട് വീട് പണി കണ്ടിട്ടുണ്ടായില്ല നിഷാദ്. ഫസ്റ്റ് കുറച്ച് പകുതിയായപ്പോൾ വന്നിരുന്നു കേട്ടോ. ഏകദേശം ഒരു വാർപ്പ് കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ വന്നിരുന്നു. പിന്നെ അതപ്പോഴാണ് വരുന്നത്. മാമൻ്റെ വരെയും ഏകദേശം സെറ്റ് ആയിക്കണു. മാമൻ്റെ വരെയാണ് കേട്ടോ അത്. അപ്പോൾ വർക്ക് ഏരിയയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടു. പിന്നെ വീട് പണി ഫുള്ളായിട്ട് കഴിയാതെ കാണിച്ചിട്ട് ഒരു കാര്യമല്ലല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് 2 വീട് പണിയും കണ്ടുവരാട്ടോ. പാത്തൂന് എന്താ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഓളും പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ മാളിക്കുന്നിക്ക് വന്നു. നബീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ ഫുഡൊക്കെ കഴിക്കുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ. നബീലും നിതാൻ്റെ മാമൻ്റെ കുട്ടിയും കൂടി ഉണ്ടോ വന്നിട്ടുള്ളത്. പെരുന്നാൾ ശരിക്കും നമുക്ക് ഇന്നല്ല, പക്ഷെ നബീലിനെ വിളിച്ചപ്പോൾ വരുത്തിയതാണ് വാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓൻ ഫുഡൊക്കെ കഴിച്ചതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. 2 മുത്തമ്മാൻ്റെ വീട്ടിൽ കൂടിയും പോകണമെന്നുണ്ടായിട്ട് കുറേ നേരം ഞാൻ ഇരുന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. ആദ്യമൊക്കെ എല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിയിരുന്നു. പക്ഷെ ആർക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. നിഷാദ് പിന്നെ സൈഡായി. പിന്നെ കുറച്ച് ദൂരമാണെങ്കിലും വണ്ടി പോകേണ്ട ദൂരമുണ്ട്. അതുകൊണ്ട് വണ്ടികളും വേണം. തിരുവിതാംകൂറിൽ മുത്തമ്മുണ്ട്. അപ്പോൾ അവിടെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകലുണ്ട് കേട്ടോ. പക്ഷെ നടന്നില്ല. പിന്നെ നിധി സുനീറി സിനിമാർക്ക് പോവാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒലപ്പം പോയിട്ട് അവിടുന്ന് ചക്കൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെ ഇലാൻ ബേബിക്ക് വീഡിയോ കോൾ ചെയ്യാണ്. ആള് ഒറ്റയ്ക്ക് ഫോൺ വാങ്ങിയിട്ട് ഉണ്ടല്ലേ വീഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വ്യൂസ് ഇലാൻ ബേബിനെ മറന്നോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഇലു ബേബി വീഡിയോ കോളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കും. അന്നത്തെ ദിവസം കോട്ടപ്പുറത്ത് തന്നെ വന്ന് തിരിച്ച് പിറ്റേ ദിവസം മാളിക്കുന്നിക്ക് പോവാണ് കേട്ടോ. വണ്ടി ഹലോ ഗായ്സ്. അപ്പോൾ 2ാം പെരുന്നാളാണ്. 2ാം പെരുന്നാൾക്ക് നമ്മൾ മാളിക്കുന്നിലാണ്. അങ്ങോട്ട് പോവുകയാണ്. അയ്യോ വളമ്മ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാ ഒരു ഹായ് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ മാളിക്കുന്ന് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് പെരുന്നാളാണ്.
പെരുന്നാളൊക്കെ അല്ലേ 7 പെപ്സി എന്തെങ്കിലും വാങ്ങാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കയറുകയാണ് കേട്ടോ. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കണതല്ലേ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയത് കുറേ ദൂരത്താണ്. പിന്നെ ഇതാ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. അനുമോൻക്ക് 2 ലേസും വാങ്ങി, പെപ്സിയും വാങ്ങിട്ടോ. സോറി 7. ഏകദേശം എല്ലാം റെഡി ആയിക്കോണ്ടോ. ഞാൻ ചെന്നപ്പോഴത്തേക്കും ബീഫ് ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി. പിന്നെ ഞാൻ ചെന്ന് സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ, പായസം ഇളക്കി, പിന്നെ ബിരിയാണി ഒന്ന് തുറന്നു നോക്കി. ഇതൊക്കെ തന്നെ നമ്മളെ പണികൾ, വേറെ ഒന്നുമില്ല കേട്ടോ. എന്നും രാവിലെ മുതൽ മീറ്റും വിളിച്ചിട്ടോ, വരുന്നില്ലേ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചിട്ട്. കാരണം പണിയെടുക്കാനൊന്നുമല്ല, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ലേ, വീഡിയോ എടുക്കാൻ എനക്കെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇന്ന് ആ വിളി ഉണ്ടായിട്ടില്ല. ഞാൻ വരുമ്പോൾ വരട്ടെ എന്ന് എഴുതിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോഴത്തേക്കും ഏകദേശം റെഡി ആയിക്കണം. വിളിച്ചാലും ഞാൻ വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ സ്റ്റോറേജ് ഇല്ലാത്ത പൊട്ട ഫോൺ കൊണ്ട് വന്നിട്ട് ഒരു കാര്യമല്ല. ഞാൻ അങ്ങനെ ചക്രശ്വാസം വലിച്ചേണ്ടി വരും. കാരണം റെസിപ്പി ഇങ്ങനെ കാണും ബിരിയാണിൻ്റെ ഈ മന്തിരൊക്കെ. അപ്പോൾ എടുക്കാൻ പറ്റൂല. അപ്പോൾ വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കണേ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എടുത്തൊരു പണിയാണ് ചമ്മന്തി ഇറക്കുക എന്നുള്ള കേട്ടോ. ചമ്മന്തി എൻ്റെ വകയായിരുന്നു. ആരും എത്തിയിട്ടൊന്നുമില്ല. 2ാം പെരുന്നാൾ വെള്ളിയാഴ്ച ആണല്ലോ. അതുകൊണ്ട് പള്ളിയൊക്കെ തിരിഞ്ഞിട്ട് വേണ്ടേ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആരും എത്തിയിട്ടില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം പെരയിൽ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ കേട്ടോ. എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്ര ഫുഡ് വെച്ചാലും തികയും ചെയ്യും കേട്ടോ. ഉമ്മാക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇതുണ്ട്. ഫുഡ് വെച്ചാലും പായസം വെച്ചാലും ഒക്കെ ഉമ്മാക്ക് ഫുൾ എല്ലാവർക്കും എത്തിച്ചാൽ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ കുറേ ആൾക്കാർ വരും കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. കാരണം ഈ വരുന്ന ആൾക്കാരെ വീട്ടിലും പലവിലും വരാൻ വേണ്ടിയിട്ടുണ്ടാവും. മക്കൾക്ക് മരുമക്കൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് വരവും കാര്യങ്ങളൊക്കെ അങ്ങനെ പതുക്കെ കുറഞ്ഞിക്കണം കേട്ടോ. പക്ഷേ ആ പഴയ കാലമൊക്കെ ഭയങ്കര രസമായിട്ടോ. എല്ലാവരും കൂടുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ. പിന്നെ നമ്മളെല്ലാതും സെറ്റ് ചെയ്യാൻ പിന്നെ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയാൾ കേട്ടോ. ഞാൻ എല്ലാതും സെറ്റ് ചെയ്യാൻ കൂടും. കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. വീഡിയോ ഇവിടെ ഓണാക്കി വെച്ചിട്ടാണ് പരിപാടികളൊക്കെ. അത് ഫസ്റ്റ് തന്നെ നമ്മളെ കച്ചേരി പറമ്പിലെ ടീംസ് എത്തിക്കണു. നൗഫൽ വീണ്ടും ഇവിടെ എത്തിയിട്ട് നിഷാനോട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് അരൂല് അനുമോണ്ട്. അനുമോനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കച്ചേരി പറമ്പെന്ന് കുഞ്ഞോളില്ല കേട്ടോ. കുഞ്ഞോളോളം അസുഖമില്ല. കാരണം വിളിച്ചോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. അമ്മ പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചണ പോലെ, അല്ലാതെ ഇത് കൂടിയുള്ള സൽക്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നുണ്ടോ. മോനൂന് ഓഫീസ് ഉണ്ട് കേട്ടോ. ഓന് പെരുന്നാൾ ലീവ് ഒന്നുമില്ല. പെരുന്നാളിൻ്റെ തലേ ദിവസം, 1ാം പെരുന്നാളിൻ്റെ തലേ ദിവസം ഓൻ ഡ്യൂട്ടി എടുത്തിട്ട് രാവിലെയാണ് വരിക. അപ്പോൾ എനിക്ക് 1ാം പെരുന്നാൾ കിട്ടും. പിന്നെ 2ാം പെരുന്നാളും എനിക്കില്ല. ഓൻ ഉച്ച ടൈമിൽ ഫുഡ് കഴിക്കാൻ വരും. അങ്ങനെ തിരിച്ചു പോകും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഒരു സെറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കണു. ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. മന്തി ഉണ്ട്. ബീഫ് മന്തിയാണോ? ബീഫ് മന്തിയാണ്. പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഫൈസൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കാതിരിക്കുമോ? ഫുഡ് കഴിക്കുന്ന ടൈമിൽ എല്ലാ ആംഗിളിലും പോയി വീഡിയോ എടുക്കുകയല്ലേ. പിന്നെ നമ്മൾ ഫുഡ് എന്തൊക്കെയാണ് പറഞ്ഞത്, അടപ്രഥമൻ പായസം ഉണ്ട്. പിന്നെ എന്തൊക്കെ ബിരിയാണി, ബീഫ് ഫ്രൈ, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സെറ്റ് ആയിരുന്നു ഫുഡൊക്കെ. ഞാൻ പക്ഷേ ഈ ഫുഡൊന്നും അല്ല കഴിച്ചത്, വേറൊരു സ്പെഷ്യലാണ് ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ ചേച്ചി ഫാമിലി നബീൽ എല്ലാവരും വന്നിരുന്നു കേട്ടോ. പോലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നൗഫൽ അതിൻ്റെ ഇടയിൽ സൈനമാർക്ക് വീട് കാണാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് പോവാണ്. സൈനമാർക്ക് ദുബായിൽ നിന്ന് വന്നിട്ട് പോയിട്ടുണ്ടായില്ല. പിന്നെ ഫൈസലും മോനും ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിട്ടോ. പിന്നെ ഇതാ നമ്മളെ ലച്ച് ബേബിക്ക് വീഡിയോ കോൾ ചെയ്തതാണ് കേട്ടോ. പെരുന്നാളായിട്ട് വരാത്തതിന് ചീത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഞാൻ എനിക്ക് കുട്ടീനെ കാണും വേണം. അപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞങ്ങാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഞാൻ അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടീനെ കാണാനും ഒരു ദിവസം അനുവിൻ്റെ ഒപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാനും ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് വിളിച്ച് ചീത്താറുണ്ട് ഓളെ വരാത്തതിന്. പക്ഷേ വരണമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. കാരണം ചെറിയ കുട്ടികളെ ദൂരമല്ലേ. അവൾക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓൾ അവിടെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റൂല. കുട്ടിയാണെങ്കിൽ കുറേശ്ശെ മറന്നു തുടങ്ങി. അപ്പം മറക്കണതിന് മുന്നേ ഒന്ന് ചെല്ലണം. പിന്നെ ഞാൻ കഴിക്കുന്ന സ്പെഷ്യൽ ഫുഡ് കാണേണ്ടതാ ഈ ഒരു താളിപ്പും ബീഫും വെറുംചോറും ആണ് കേട്ടോ കഴിക്കണത്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാനും നിധിയും ഉമ്മയും ഇതാണ് കേട്ടോ കഴിച്ചത്. ഈ ഒരു ഇലയും പിന്നെ ഈ ഒരു ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തൻ്റെ കുമ്പളൻ്റെ എന്തോ ഒരു ഇലയാണ് കേട്ടോ. ഉമ്മ പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ കഴിക്കാൻ വെച്ചു. വയറ് നിറച്ച് കഴിച്ചിട്ടോ. ഈ ബിരിയാണി മന്തിയൊക്കെ കണ്ടിട്ട് തന്നെ ഒരു എന്തോ പോലെയായിരുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാത്രി ഞാൻ അതാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് അപ്പോൾ വേണ്ടാന്ന് തോന്നി. പിന്നെ ഏകദേശം രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ച് പോരാൻ സമയമായി കഴിഞ്ഞാൽ എനിക്ക് ചെറിയ രീതിയിൽ പാക്കിംഗ് ഉണ്ടാവും. പായസം ഞാൻ പാക്ക് ചെയ്തു. പിന്നെ 2 റൈസും ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പകൽ കഴിച്ചിട്ടില്ലല്ലോ. എന്നും ഉമ്മ പാക്ക് ചെയ്ത് കയ്യിൽ തരലാണ്. ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യണത്. ഉമ്മയും സുനീറി സാരി മാറ്റാൻ വേണ്ടി അലനല്ലൂർ പോയതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിലാണ് പോരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ പാക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ പാക്ക് ചെയ്യാൻ ചെന്ന ടൈമിൽ അത്യാവശ്യം അടുക്കള അലങ്കോലായിട്ട് കിടക്കാണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. കാരണം ബാക്കിയുള്ളവരൊക്കെ രാവിലെ മുതലേ നല്ല രീതിക്ക് പണിയെടുത്ത് ക്ഷീണിച്ചോലാണ്. ഞാൻ പിന്നെ ഒരു പണി എടുക്കാത്ത ആളാണ്. അപ്പോൾ രാത്രിയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടണ്ടേ. അപ്പോൾ ഞാൻ എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കി പാത്രം കഴുകാനുള്ളതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ സുനീതി അലനല്ലൂരൊക്കെ പോയി ഞാൻ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ അലങ്കോലായി കിടക്കണമ്പോൾ ഒരു അടങ്ങാറല്ലേ. അപ്പോൾ കാണുമ്പോൾ ക്ലീനായി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. ഇതൊക്കെ ആണെങ്കിൽ നല്ല തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ കിടക്കാൻ പറഞ്ഞാൽ അങ്ങനെ കിടന്നിക്കുകയാണ്. പനിയും തലവേദനയൊക്കെ ആയതുകൊണ്ട് പുറത്ത് എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കിടന്നോന്ന് പറഞ്ഞോ. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മയും സുനീറിയും വരുമ്പോഴത്തേക്ക് ഓളത് ക്ലീൻ ആക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ക്ലീൻ ആക്കി കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അടുക്കളക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മഴ പെയ്താൽ ഫുള്ള് വെള്ളം ഉള്ളിലാക്കാറാണ്. ഞാൻ ഏതോ ഒരു നോമ്പിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു മഴയത്ത് ഞങ്ങൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ
ഓടിൻ്റെ എന്തൊക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഓട് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. പിന്നെ ഞാൻ അടിച്ച് വരാനൊന്നുമില്ല, നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുത്തിട്ടു. അപ്പോൾ പൊടിയും മണ്ണും ചളിയൊക്കെ ആ ഒരു വെള്ളത്തിൽ തന്നെ വന്ന് നല്ല രീതിക്ക് തുടച്ച പോലെയായി. വൈപ്പർ അടിപൊളിയാണ് കേട്ടോ, നല്ല ക്ലീൻ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് വൈപ്പ് ചെയ്യുകയാണ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ടോ അടുക്കളയൊക്കെ. എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ, നല്ല രീതിക്ക് അലങ്കോലമായി കിടക്കുന്ന സ്ഥലം ക്ലീൻ ആക്കി ഇടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഇങ്ങനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ തന്നെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ ചെമ്പും പാത്രമൊന്നും ഞാൻ കഴുകിയിട്ടില്ല, അതിലൊക്കെ ബിരിയാണി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓല് വന്നിട്ട് കഴുകിക്കോളും. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്ടോ, ഇറങ്ങണ വരെ സുനീറും ഉമ്മയൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മിററിൻ്റെ മുന്നിൽ പോയതാണ്. പിന്നെ അതിൻ്റെ മുന്നിൽ പ്രഹസനായിരുന്നു. മിററിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും ഒരേ ഡ്രസ്സാണെന്നുള്ള ഓർമ്മ കേട്ടോ. ഇതിന് ഇത് വന്ന ടൈമിൽ കൊടുന്നതായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. സുനീറാക്ക് ഉണ്ടായിരുന്നു, ഓൾക്ക് വേറെ മോഡലായിരുന്നു. അപ്പോൾ നമ്മൾ പെരുന്നാൾ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.